ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവവചനം ശ്രദ്ധിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാം. കർത്താവെ, അവിടുന്ന് എന്നോട് സംസാരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ. എനിക്ക് ആവശ്യമുള്ളതായി സ്വർഗീയ ദൂത് തന്ന് എന്നെ ഈ വചന കേൾവിയിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നാം ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ച് ധ്യാനിച്ചു വന്നതായ വിഷയമെന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെക്കുറിച്ചായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ലോകത്ത് നിത്യ തേജോമയമായ സ്വർഗീയ സന്നിധിയിൽ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളതാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ ഒരാത്മവിവശതയിൽ അനേക സ്വർഗീയ ദർശനങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവാത്മാവ് യോഹന്നാന് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ വരാനിരിക്കുന്ന ലോകത്ത് ആരാണ് ഭാഗ്യവാൻ? ഏതാണ്ട് 4 ഭാഗ്യവാന്മാരെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ഭാഗ്യവാൻ 1-ാം അധ്യായത്തിൽ നാം കണ്ടു. ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാർ. രണ്ടാമത്തെ ഭാഗ്യവാന്മാർ ഈ കേട്ടതായ വചനം വിശ്വസിക്കുകയും വചനം അനുസരിക്കുകയും വചനം ഹൃദയത്തിൽ കൈക്കൊള്ളുകയും ചെയ്യുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗ്യവാൻ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. അത് ദൈവവചനത്തിൻ്റെ കീഴിലേക്ക് വന്ന നമ്മെ ഓരോരുത്തരെയും ഈ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ഈ സ്വർഗീയ പിതാവായ സ്വർഗീയ രാജകുമാരൻ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ കല്യാണ സദ്യയ്ക്ക് ക്ഷണിച്ചതായ നമുക്ക് അവൻ തരുന്നതായ ഒരു സ്വർഗീയ വസ്ത്രമുണ്ട്. അതാണ് നീതീൻ വസ്ത്രം എന്ന് പറയുന്നത്. സൗജന്യമായ നീതീകരണം. കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടതായ എല്ലാവർക്കും ഈ രാജാവ് കൊടുക്കുന്ന സൗജന്യമായ കല്യാണ വസ്ത്രമുണ്ട്. അതാണ് നീതീൻ വസ്ത്രം എന്ന് പറയുന്നത്. അത് ദൈവം നമുക്ക് തരികയാണ്, സൗജന്യമായ നീതീകരണത്തിൻ്റെ അനുഭവം. ഈ നീതീകരണം കിട്ടിയതായ അനുഭവം ലഭിച്ചതായി ദൈവമക്കൾ ദൈവം തന്നതായി സ്വർഗീയ വസ്ത്രത്തിൽ അഴുക്ക് പറ്റാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതാണ്. അതാണ് 4-ാമത്തെ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. തൻ്റെ വസ്ത്രം സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാനെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം 5-ാമത്തെ ഭാഗ്യവാൻ ആരാണ് എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യങ്ങളിൽ അവിടെ വെളിപ്പാട് പുസ്തകത്തിലെ 5-ാമത്തെ ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണത്? വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അഴുക്കൽ ജീവിക്കുന്നവൻ ഇനിയും അഴുക്കൽ ജീവിക്കട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. എന്നാൽ നീതിമാനാണോ അവൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഒരു വിശുദ്ധനാണോ അവൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ അന്ത്യതലമുറയിലെ അന്ത്യകാലത്ത് മനുഷ്യനോട് പറയുകയാണ്. മനുഷ്യൻ ദൈവത്തെ ബലബന്ധം ചെയ്യുന്നില്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള വഴികളിൽ വേണമെങ്കിൽ ജീവിക്കാം. പാപത്തിൽ ജീവിക്കാനാണോ ഇനിയും താല്പര്യം? അങ്ങനെ ജീവിച്ചോളൂ. ദൈവം ആരെയും തടുക്കുന്നില്ല. പക്ഷെ ദൈവം വചനം തരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നാണ് ഇവിടെ ദൈവാത്മാവ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് പറയുന്നത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. സഹോദരൻ, ഇനിയും നിനക്ക് പാപത്തിൽ ജീവിക്കാനാണോ താല്പര്യം? നീ അങ്ങനെ ജീവിച്ചോളൂ. പക്ഷേ യേശുവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാം. കറപറ്റാത്തൊരു ജീവിതം ഈ ഭൂമിയിൽ നിനക്ക് നയിക്കാം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചവരാണെങ്കിൽ കർത്താവ് പറയുകയാണ്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കി ഇനിയും നാം വിശുദ്ധീകരണം അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധീകരണം മരണത്തോളമുള്ളൊരു പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഒരു മാനസാന്തരം, ഒരു രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന അനുഭവം, അല്ലൊരു വീണ്ടും ജനനം
ഒരു നിമിഷം കൊണ്ട് സാധിപ്പിച്ചു തരുന്നതാണ് ജീവനുള്ള ദൈവം. എന്നാൽ വിശുദ്ധീകരണം അതൊരു പ്രക്രിയയാണ്, അത് മരണത്തോളമുള്ളൊരു പ്രക്രിയയാണ്. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. വീണ്ടും താഴേക്ക് എന്താണ് പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഓമേഗയും, ഞാൻ ആൽഫയും ഓമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും, ഒന്നാമനും ഒടുക്കത്തവനും, ആദിയും അന്തവുമാകുന്നു. ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ഗോപുരങ്ങൾ കൂടി സ്വർഗീയ നഗരത്തിൽ കടക്കേണ്ടതിനും, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. സഹോദര, ദൈവം നിനക്ക് തന്നതായ ഒരു സൗജന്യമായ നീതീകരണത്തിന് വസ്ത്രമില്ലേ? നീതിയിൻ വസ്ത്രം. അത് നീ സൂക്ഷിക്കുന്നവനാണോ? അതിൽ കറപറ്റെന്നുള്ള നിർബന്ധത്തോടെ നീ ജാഗരിക്കുന്നവനാണോ? അങ്ങനെയുള്ളവനാണ് ഭാഗ്യവാൻ. മാത്രമല്ല, ദൈനംദിനം എൻ്റെ ജീവിതം പരിശോധിച്ച് എൻ്റെ ജീവിത വസ്ത്രത്തിൽ എവിടെയെങ്കിലും കറ പറ്റിയോ, ചെളി പറ്റിയോ, എവിടെയെങ്കിലും പൊടി പറ്റിയോ, ജീവിത വസ്ത്രം മുഷിഞ്ഞു പോയോ, യേശുക്രിസ്തു പ്രസാദിക്കാത്തതായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നോ എന്ന് ദൈനംദിനം ഓരോ നിമിഷവും ശോധന ചെയ്ത് നിന്റെ വസ്ത്രം അലക്കുന്നവനാണോ നീ? എന്താണ് ആ വാക്യം? ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ഗോപുരങ്ങൾ കൂടി സ്വർഗീയ നഗരത്തിൽ കടക്കേണ്ടതിനും, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. സഹോദരൻ, നിന്റെ വസ്ത്രം എങ്ങനെയുണ്ട്? പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടോ? നീ മാനസാന്തരപ്പെട്ടവനായിരിക്കാം, മാനസാന്തരപ്പെട്ടവളായിരിക്കാം, വീണ്ടും ജനന അനുഭവം ലഭിച്ചവനായിരിക്കാം, രക്ഷയുടെ സന്തോഷത്തിലേക്ക് വന്നവനായിരിക്കാം, കൃപയുടെ മാർഗത്തിലേക്ക് വന്നവനായിരിക്കാം, നീ കൂട്ടായ്മ ആചരിക്കുന്നവനായിരിക്കാം, നീ സുവിശേഷം പറയുന്നവനായിരിക്കാം, ദൈവവേലയോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കാം, നീ സാക്ഷ്യം പറയുന്നവനായിരിക്കാം, നീ പാട്ട് പാടുന്നവനായിരിക്കാം, ദൈവവേലയിൽ സജീവമായിട്ട് നിൽക്കുന്നവനായിരിക്കാം. പക്ഷേ നിന്റെ ജീവിത വസ്ത്രം നീ പരിശോധിക്കാറുണ്ടോ? ജീവിത വസ്ത്രം നീ അലക്കാറുണ്ടോ? ജീവിത വസ്ത്രം മുഷിഞ്ഞു പോയത് നീ അറിയുന്നുണ്ടോ? ഇന്ന് അനേക ദൈവമക്കൾക്ക് ഇതൊരു ഗൗരവമുള്ള വിഷയമല്ല. ജീവിത വസ്ത്രം ദൈനംദിനം അലക്കണമെന്നുള്ളതായ നിർബന്ധം അനേകർക്കില്ല. രക്ഷയുടെ സന്തോഷത്തിൽ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഒരു വീണ്ടും ജനനം ലഭിച്ചല്ലോ എന്നുള്ള സംതൃപ്തിയിൽ ഇന്ന് അനേക ദൈവമക്കൾ മുമ്പോട്ട് പോവുകയാണ്. ദൈവവേലയിൽ സജീവമാണ്, ദൈവവേലയിൽ ഉത്സാഹമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ നിൻ്റെ ജീവിത വസ്ത്രം പരിശോധിക്കാറുണ്ടോ? നിൻ്റെ ജീവിത വസ്ത്രം നീ അലക്കാറുണ്ടോ? നീ ദൈവസന്നിധിയിലിരുന്ന് നീ നിന്നെ തന്നെ ശോധന ചെയ്യാറുണ്ടോ? എൻ്റെ ജീവിതം എങ്ങനെയുണ്ട്? എൻ്റെ ജീവിതത്തെ നോക്കി കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? യേശുക്രിസ്തു വ്യസനിക്കുന്നതായി, യേശുക്രിസ്തു ദുഃഖിക്കുന്നതായി, യേശുക്രിസ്തു പ്രസാദിക്കാത്തതായി എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും വശങ്ങളിൽ ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ എന്നിലുണ്ടോ? എൻ്റെ ആളത്വത്തിൽ കർത്താവ് പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ വേലയിലും എൻ്റെ പ്രവർത്തനങ്ങളിലുമല്ല കർത്താവ് ആദ്യം പ്രസാദിക്കേണ്ടത്. ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു എന്നാണ് നാം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യം ഹാബേലിൽ പ്രസാദിക്കണം. ഹാബേലിൽ പ്രസാദിച്ചത് കൊണ്ടാണ് ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചത്. കയ്യനിൽ പ്രസാദിക്കാത്തത് കൊണ്ടാണ് കയ്യൻ്റെ വഴിപാടിൽ പ്രസാദിക്കാത്തത്. എൻ്റെ ഈ ആളത്വത്തിൽ, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു പ്രസാദിക്കുന്നുണ്ടോ? എന്നെ നോക്കി യേശു സന്തോഷിക്കുകയാണോ? അതെയോ എന്നെ നോക്കി യേശു കരയുകയാണോ? പ്രിയപ്പെട്ട ദൈവവൈതലേ, പ്രിയപ്പെട്ട സഹോദര, നീ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കുമോ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. കർത്താവേ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു, അനേക ദൈവമക്കൾ ഇത് കേൾക്കുന്നു. എന്നാൽ യേശുവേ, അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? അവിടുന്ന് എന്നിൽ സന്തോഷിക്കുന്നുണ്ടോ? അതെയോ എന്നെ നോക്കി അവിടുന്ന് കരയുകയാണോ? എന്നെ നോക്കി അവിടുന്ന് ദുഃഖിക്കുകയാണോ? എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ചെയ്തികളിലേക്ക് നോക്കിയിട്ട്, എൻ്റെ സംസാരത്തിലേക്ക് നോക്കിയിട്ട്, എൻ്റെ ഈ ആളത്വത്തിലേക്ക് നോക്കിയിട്ട്, എൻ്റെ പ്രകൃതത്തിലേക്ക് നോക്കിയിട്ട് യേശു എന്നെ നോക്കി പുഞ്ചിരി തൂകുകയാണോ? ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് സ്വർഗത്തിലെ ജീവനുള്ള ദൈവം സാക്ഷ്യപ്പെടുത്തുമോ? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കാപട്യമില്ല, ഇവനിൽ കപടമില്ല എന്ന് എന്നെക്കുറിച്ചുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ യേശുവിനോട് തന്നെത്താനിരുന്ന് ചോദിക്കാറുണ്ടോ? കർത്താവേ, നീ എന്നെ എങ്ങനെയാണ് കാണുന്നത്? നീ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? എന്നെക്കുറിച്ചുള്ള നിൻ്റെ അഭിപ്രായം എന്താണ്? ഒരുപക്ഷെ മനുഷ്യനാരും എന്നെക്കുറിച്ചൊരു തെറ്റ് പറഞ്ഞു നിരിക്കുകയില്ല. എന്നാൽ കർത്താവേ, ജീവനുള്ള ദൈവം, അകവും പുറവും അറിയുന്ന ദൈവം, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവം, എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ മനോഭാവവും എല്ലാം ശോധന ചെയ്യുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണ് എന്നെക്കുറിച്ച്? അവനിൽ പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടോ?
ദൈവവേലക്കാരനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, സാക്ഷ്യം പറയുന്നവനായിരിക്കാം. എന്നാൽ എൻ്റെ ജീവിത വസ്ത്രത്തിൽ അഴുക്ക് പറ്റിയിട്ടുണ്ടോ? ഈ വസ്ത്രം മുഷിഞ്ഞു പോയിട്ടുണ്ടോ? പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതനായ ഒരു യോശുവയെ നാം കാണുന്നുണ്ട്. മഹാപുരോഹിതനായ യോശുവ, അത് മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നടത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത നൂൻ്റെ മകനായ യോശുവയല്ല. എന്നാൽ മറിച്ച് യഹോസാദാക്കിൻ്റെ മകനായ യോശുവ, അദ്ദേഹം ഒരു മഹാപുരോഹിതനാണ്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ യോശുവ മഹാപുരോഹിതനാണ്, ദൈവ വേല ചെയ്യുന്നവനാണ്. പക്ഷേ ദൈവസന്നിധിയിൽ മുഷിഞ്ഞ വസ്ത്രവുമായി നിൽക്കുന്നതായ ഒരു കാഴ്ച പ്രവാചകനായ സെഖരിയാവ് കാണുകയാണ്. 3-ാം അധ്യായം 1 മുതലുള്ളതായ ചില വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ജീവനുള്ള ദൈവം പറയുകയാണ്, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ് എന്ന് പറഞ്ഞ് പിശാചിനെ ജീവനുള്ള ദൈവം ശാസിക്കുകയാണ്. വീണ്ടും താഴോട്ട് നമുക്ക് വായിക്കാം. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് മഹാപുരോഹിതനായ യോശുവ ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വസ്ത്രം എങ്ങനെയുണ്ട്? ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? വേറെ പ്രകടമായ തെറ്റിലേക്കൊന്നും പോകണമെന്നില്ല. എങ്ങനെയാണ് നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകുന്നത്? ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട, മാനസാന്തരപ്പെട്ട, വീണ്ടും ജനിച്ച ദൈവമക്കൾ പ്രകടമായ പാപത്തോടെ യാത്ര പറഞ്ഞവരായിരിക്കാം. പാപപ്രവൃത്തികളിലേക്ക് നാം ഒരുപക്ഷെ പോകുന്നില്ലായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതമാകുന്ന വസ്ത്രം, യേശുക്രിസ്തു കഴുകിത്തന്ന നമ്മുടെ ജീവിത വസ്ത്രം, യേശുക്രിസ്തു നമ്മെ ധരിപ്പിച്ചതായ ആ നീതിയുടെ വസ്ത്രം മുഷിഞ്ഞു പോകാറുണ്ടോ? അതിൽ ചുളിവ് പറ്റാറുണ്ടോ? എവിടെയെങ്കിലും ചെളി തെറിക്കാറുണ്ടോ? എവിടെയെങ്കിലും കറ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിത വസ്ത്രം പരിശോധിക്കണം. എങ്ങനെയാണ് പൊതുവായിട്ട് നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകുന്നത്? എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ സ്വയം നാം പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ, സ്വയം. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിലെ ജഡ സ്വഭാവങ്ങൾ. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിലുള്ളതായ ലോകസ്നേഹം. പ്രധാനമായും ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകുന്നത്. നമ്മുടെ സ്വയം, നമ്മുടെ അഹങ്കാരം, ഞാനെന്ന ഭാവം, ഞാൻ ഏതാണ്ടൊക്കെയാണ്, ഞാൻ ഏതാണ്ടൊക്കെയായി, ഞാൻ ആരോ ഒക്കെയാണ് എന്നുള്ളതായ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ. നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ചിന്തിച്ച് നോക്കിയാൽ ഒരു സ്വയത്തിൻ്റെ വ്യാപാരം നമ്മുടെ ഉള്ളിലില്ലേ? ഞാൻ ഏതാണ്ടൊക്കെയാണ് എന്നുള്ളതായ ചിന്ത. നമ്മുടെ കുടുംബത്തിൽ തന്നെ, ഞാൻ കുടുംബനാഥനാണ്, ഞാൻ പറയുന്ന പോലെ എല്ലാവരും അനുസരിച്ചു കൊള്ളണം, എൻ്റെ കൈക്കീഴ് എല്ലാവരും ഒതുങ്ങി നിന്നുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, നാം ഒരു കൂട്ടായ്മയിലാണെങ്കിൽ ഞാനാണ് നേതാവ്, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചു കൊള്ളണം, ഞാനാണ് ഏറ്റവും ഉയർന്നയാൾ. ഇങ്ങനെയുള്ളതായ ചിന്താഗതികളും മനോഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരാറില്ലേ? നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, ഒരു അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. പുറമേ നാം വിനയം അഭിനയിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു സ്വയമുണ്ട്. ഞാനെന്ന ഭാവം, ഞാനാണ് എല്ലാം നടത്തുന്നത്, ഞാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, എൻ്റെ കീഴിൽ എല്ലാവരും അമർന്നിരുന്നു കൊള്ളണം എന്നുള്ളതായ ഒരു സ്വയത്തിൻ്റെ വ്യാപാരം നമ്മുടെ എല്ലാം ആളത്വത്തിലുണ്ട്. ഈ സ്വയം മൂലം നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകാം. നിങ്ങൾ മുൻവിധി കൂടാതെ ഈ വചനത്തിൻ്റെ കീഴിൽ നിങ്ങളെ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ഉള്ളിൽ വലിയൊരു സ്വയമുണ്ട്. ഒരു വലിയ അഹങ്കാരിയാണ് ഞാൻ വലിയ ഒരു ഞാനെന്ന ഭാവം എൻ്റെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുമൂലമാണ് നമ്മുടെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോകുന്ന ഒന്നാമത്തെ വിഷയം അവിടെയാണ്. രണ്ടാമത്, നമ്മുടെ ജഡപ്രകൃതങ്ങൾ, ജഡ സ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലില്ലേ? ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ എന്തെല്ലാം ജഡ സ്വഭാവങ്ങളാണുള്ളത്? ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ, ജഡത്തിൻ്റെ സുഖങ്ങൾ, ജഡത്തിൻ്റെ സന്തോഷങ്ങൾ, ജഡത്തിൻ്റെ ഓരോരോ വ്യാപാരങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ പ്രിയപ്പെട്ടവരെ? ഇതെല്ലാം മൂലമാണ് നമ്മുടെ ജീവിതവസ്ത്രം മുഷിഞ്ഞു പോകുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ലോകസ്നേഹം. ലോകത്തിൽ വലിയവനാകാനും, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ലോകത്തിൻ്റെ സുഖ സമൃദ്ധികൾ, പണം സമ്പാദിക്കാനുള്ളതായ ദാഹം, പണത്തോടുള്ളതായ നമ്മുടെ ആർത്തി, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചകൾ, ഇതെല്ലാം വെച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതവസ്ത്രം മുഷിഞ്ഞിരിക്കുകയല്ലേ? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നാണ് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത്. ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്ന നീ ദൈവത്തിന് ശത്രുവായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം.
പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൽ എത്രമാത്രം ലോകസ്നേഹമുണ്ട്, ഞാൻ എത്രമാത്രം ലോകത്തിൻ്റെ അടിമയാണ്. ഈ ലോകത്തിലല്ലേ നാം ജീവിക്കുന്നത്, സത്യമാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വള്ളം അത് ഓടണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. വെള്ളത്തിൽ കൂടി മാത്രമേ വള്ളത്തിന് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ വെള്ളം വള്ളത്തിനുള്ളിൽ കയറിയാലോ വള്ളം താണുപോകും. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അനേകർ ലോകത്തിൻ്റെ അടിമകളാണ്. ലോകമാണ് നമ്മുടെ മുഖ്യ വിഷയം. ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ നമ്മെ ലോകം മുക്കിക്കളയരുത്. നമ്മുടെ ഉള്ളിൽ ലോകം കയറാൻ ഇടവരരുത്. ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് പരിശോധിക്കുകയാണ്. എവിടെയെല്ലാം ഈ ലോകസ്നേഹം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനും ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് എന്നെ തന്നെ താഴ്ത്തി പരിശോധിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ ആരെയും വിധിക്കുകയല്ല, ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എവിടെയെല്ലാമാണ് ഈ സ്വയവും ജഡവും ലോകവും എന്നിൽ വ്യാപരിക്കുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പലരും പരാജയപ്പെട്ട് കിടക്കുകയല്ലേ. മാനസാന്തരത്തിന് അനുഭവം നമുക്ക് ലഭിച്ചു, ശരിയാണ്. എന്നാൽ ഇന്നും ഈ ലോകത്തിനും ജഡത്തിനും സ്വയത്തിനും അടിമകളായിട്ട് നാം കഴിയുകയല്ലേ. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ ജീവിതവസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോസ്തലനായ പൗലോസ് മാനസാന്തരപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു, നമുക്കറിയാം. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വച്ച് സൂര്യനെ വെല്ലുന്നതായ ഒരു വെളിച്ചം ശൗലിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെട്ടി താഴെ വീഴിച്ചു. ശൗൽ എഴുന്നേൽക്കുന്നത് ഒരു പൗലോസായിട്ടാണ് എഴുന്നേൽക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിന് ശേഷം അനേക നാളുകൾ അപ്പോസ്തലൻ വലഞ്ഞു പോയതായ ഒരു വിഷയമുണ്ട്. അപ്പോസ്തലൻ വേദനിച്ചതായ ഒരു വിഷയമുണ്ട്. എന്താണെന്നറിയാമോ? അപ്പോസ്തലന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ആഗ്രഹിക്കാത്ത തിന്മ അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ജഡ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരികയാണ്. റോമാലേഖനം 7-ാം അധ്യായം 14 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലൻ്റെ ആ ഒരു വേദനയുടെ നിലവിളി നമുക്ക് കാണാം. റോമാലേഖനം 7-ാം അധ്യായം 14 മുതലുള്ളതായ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. അപ്പോസ്തലൻ പറയുകയാണ്, ഞാനോ ജഡമയൻ, പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് അപ്പോസ്തലൻ അത് പറയുന്നത്. ഞാൻ ജഡമയനാണ്. തന്നെ അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ ആഗ്രഹിക്കുന്നതിനെയല്ല, ഞാൻ ആഗ്രഹിക്കാത്തതിനെ ചെയ്തു പോവുകയാണ്. പാപം ചെയ്യരുതെന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്കൊരാഗ്രഹമുണ്ട്, തെറ്റുപറ്റാതെ ജീവിക്കണമെന്നുണ്ട്. പക്ഷെ ഞാനത് തെറ്റിൽ വീണു പോവുകയാണ്. സഹോദര, നിൻ്റെ അവസ്ഥ ഇതാണോ? അഴുക്ക് പറ്റാത്തൊരു ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചിന്തയിലൊരു തെറ്റ് വരരുതെന്ന് ആഗ്രഹമുണ്ട്. പ്രവൃത്തിയിലൊരു അശുദ്ധിയിലേക്ക് പോകരുതെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീണ്ടും ഇതാ തെറ്റിലേക്ക് പോവുകയാണ്. എന്താണ് കാരണം? ജഡ സ്വഭാവം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നിലവിളിച്ച്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പിന്നെ അടുത്ത വാക്യം വായിക്കാം. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ ഒരു പാപം വസിക്കുന്നുണ്ട്. ഒരു പാപത്തിൻ്റെ വിത്തന്നിൽ വസിക്കുന്നുണ്ട്. പാപത്തിൻ്റെ അധിപതിയായ പിശാചനിൽ അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ഛിക്കാത്തതായി തിന്മയിലേക്ക് എൻ്റെ ഹൃദയം പോകുന്നത്, എൻ്റെ ചിന്തകൾ പോകുന്നത്, എൻ്റെ ആഗ്രഹങ്ങൾ പോകുന്നത്, എൻ്റെ മനോഭാവങ്ങൾ പോകുന്നത്. ഇതെല്ലാം സ്പോണ്ടേനിയസായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരികയാണ്, എൻ്റെ ആളത്വത്തിൽ നിന്ന് വരികയാണ്. വീണ്ടും എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്. സഹോദരാ, നീ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ട ദൈവവേദലേ, നീ നിൻ്റെ അവസ്ഥ തിരിച്ചറിയുന്നുണ്ടോ? എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നന്മ ഈ ജഡത്തിൽ നിന്ന് വരികയില്ല. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലൻ തിരിച്ചറിയുകയാണ്. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, നന്മ ചെയ്യണമെന്ന് എനിക്കുണ്ട്, അതിനുള്ള താല്പര്യം എനിക്കുണ്ട്. പ്രവർത്തിക്കുന്നതോ ഇല്ല. എനിക്കത് സാധിക്കുന്നില്ല, എനിക്കത് കഴിയുന്നില്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അവസാനം അപ്പോസ്തലൻ അയ്യം നിലവിളിക്കുകയാണ്. അയ്യം വിളിക്കുകയാണ് ദൈവസന്നിധിയിൽ. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് അപ്പോസ്തലൻ നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. സഹോദര, നിൻ്റെ ഉള്ളിൽ ഈ നിലവിളിയുണ്ടോ? എനിക്ക് കഴിയുന്നില്ലല്ലോ കർത്താവേ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ വന്നു പോവുകയാണല്ലോ, പാപത്തിൻ്റെ വേരുകൾ മുളച്ചു പോവുകയാണല്ലോ, കയ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നീരസത്തിൻ്റെയും പകയുടെയും ഇതാ വേരുകൾ എന്നിൽ മുളച്ചു വരികയാണല്ലോ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് അപ്പോസ്തലൻ നിലവിളിച്ചതുപോലെ പ്രിയപ്പെട്ട ദൈവവേദനയെ നീ നിലവിളിക്കുന്നുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ? നിനക്ക് കൊതിയുണ്ടോ ഇതിൽ നിന്ന് ജയം നേടുവാൻ? അങ്ങനെ നീ നിലവിളിച്ചാൽ നിനക്കൊരു മറുപടി കിട്ടും. എന്താണ് മറുപടി എന്നറിയാമോ? എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നീ അങ്ങനെ നിലവിളിക്കുമ്പോൾ നിനക്കൊരു മറുപടി കിട്ടുകയാണ്, നിനക്കൊരു മുഖാന്തരം ദൈവം കാണിച്ചു തരികയാണ്. ഏതാണ് ആ മുഖാന്തരം? നിന്നെ വിടുവിക്കുന്നവനായ ക്രിസ്തു, നിനക്ക് ജയം തരുന്നവനായ ക്രിസ്തു, നിനക്ക് ജയം തരുന്നവനായ ഒരു ദൈവമുണ്ട്, നിന്റെ പാപങ്ങൾ കഴുകി തരുന്നവനായ ഒരു ദൈവമുണ്ട്, നിന്റെ ചിന്തകളിന്മേൽ ജയം തരുന്നവനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത വസ്ത്രം നിങ്ങൾ അലക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാന് ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. വലിയൊരു കൂട്ടം ജനം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് ഇതാ വലിയൊരു കൂട്ടം ജനം നിൽക്കുന്നത് യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. 7-ാം അധ്യായം 9 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി. പ്രിയപ്പെട്ടവരെ, ആർക്കും എണ്ണിക്കൂടാത്തൊരു പുരുഷാരം സകല ജാതികളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നീയും ആ കൂട്ടത്തിൽ പെടേണ്ടവനാണ്, നീയും ആ കൂട്ടത്തിൽ ഉൾപ്പെടേണ്ടവനാണ്. നിന്റെ ജീവിത വസ്ത്രം നീ കഴുകിയോ? നിന്റെ ജീവിത വസ്ത്രം നീ അലക്കി മേടിക്കുന്നുണ്ടോ? ജീവിത വസ്ത്രത്തിൽ പറ്റിയതായ ചെളിയും കറയും നീ അറിയുന്നുണ്ടോ? നിന്റെ വസ്ത്രം മുഷിഞ്ഞു പോയത് നീ കാണുന്നുണ്ടോ? നീ നിന്റെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കുമോ? എൻ്റെ ജീവിത വസ്ത്രം എങ്ങനെയുണ്ട്? എൻ്റെ ജീവിത വസ്ത്രത്തിൽ എവിടെയെങ്കിലും കറ പറ്റിയിട്ടുണ്ടോ? ചെളി പറ്റിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വീണ്ടും എന്താണ് കാണുന്ന കാഴ്ച? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൂട്ടം ജനം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോല പിടിച്ചുകൊണ്ട് ഈ കാണുന്ന മഹാപുരുഷാരം, എണ്ണി തികയ്ക്കുവാൻ കഴിയാത്തതായി പുരുഷാരം അവർ ആർത്ത് ഘോഷിക്കുന്നത് എന്താണ്? രക്ഷ എന്നുള്ളത് അത് സൗജന്യമാണ്, അത് കുഞ്ഞാടിൻ്റെ ദാനമാണ് എന്ന് അവരാർത്ത് ഘോഷിക്കുകയാണ്. രക്ഷ സൗജന്യമാണ്, രക്ഷ കിട്ടിയവരാണവർ, ജീവിതവസ്ത്രം അലക്കിയവരാണവർ. അവരാണ് ഏറ്റു പറയുന്നത്, അവരാണ് പാടുന്നത്, രക്ഷ ദാനമാണ്, ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ്. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണ് ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. ദൈവത്തെ നമസ്കരിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ വലിയ കൂട്ടം ജനം യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലിരുന്ന് യേശുക്രിസ്തുവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. രക്ഷ സൗജന്യമാണ്, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമാണ് രക്ഷ എന്ന് ഒരാർത്ത് ഘോഷിക്കുകയാണ്. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, ആ സമയത്ത് മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാൻ ശ്ലീഹായുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവരാര്? വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഈ പുരുഷാരം ഇവരാരാണ്? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇവരെവിടെ നിന്ന് വന്നു എന്ന് യോഹന്നാൻ ശ്ലീഹായോട് ചോദിച്ചു. യോഹന്നാൻ ശ്ലീഹയുടെ മറുപടി എന്താണ്? യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, മഹാദുരിതം അനുഭവിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ പ്രതി ലോക ജീവിതത്തിൽ അവർ അനേക കഷ്ടങ്ങൾ കൂടി കടന്നുപോയവരാണ്, അനേക പ്രതിസന്ധികൾ കൂടെ കടന്നുപോയവരാണ്, അനേക ഒറ്റപ്പെടുത്തൽ കൂടെ കടന്നുപോയവരാണ്. പക്ഷേ അവർ മഹാകഷ്ടത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. എങ്കിലും അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ്. പ്രിയപ്പെട്ട സഹോദര, ഈ വലിയ സംഘത്തിൽ പെടേണ്ടവനാണ് നീയും. ഈ വലിയ കൂട്ടത്തിൽ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് രക്ഷ എന്നുള്ളത് കുഞ്ഞാടിന് ദാനം എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തുല്ലസിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടേണ്ടവനാണ് മകളെ നീയും, സഹോദര നീയും. നിന്റെ ജീവിത വസ്ത്രം നീ അലക്കിയോ? പ്രിയപ്പെട്ടവരെ,
ചെളി തെറിച്ചവർ നിരാശപ്പെടേണ്ട, ചെളി പറ്റിയവർ നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട. ദൈവത്തിന് വചനം എന്താണ് പറയുന്നത്? 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം നമുക്ക് വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, എന്നാൽ ഒരു അബദ്ധം പറ്റി ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, ജീവിതവസ്ത്രം മുഷിഞ്ഞു പോയെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. നിന്റെ ജീവിത വസ്ത്രം അലക്കി മേടിക്കാം. കുഞ്ഞാടിന്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. മകനെ, നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്. നിന്റെ ജീവിത വസ്ത്രം മുഷിഞ്ഞു പോയോ? നിന്റെ ജീവിത വസ്ത്രത്തിൽ ചെളി പറ്റിപ്പോയോ? നിന്റെ ജീവിത വസ്ത്രത്തിൽ ഒരിക്കലും കഴുകാൻ പറ്റാത്തതായ കറകൾ പറ്റിപ്പോയോ? എന്നാൽ എൻ്റെ യേശുവിൻ്റെ രക്തം നിന്റെ ജീവിത വസ്ത്രത്തിലെ കറകളും നിന്റെ ജീവിത വസ്ത്രത്തിലെ ചെളികളും നിന്റെ ജീവിത വസ്ത്രത്തിലെ പൊടികളും എല്ലാം കഴുകി വിശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം. ഹല്ലേലൂയ. നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ ആ തിരുരക്തത്തിലേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക് നോക്കിയാൽ ആ പരിശുദ്ധ രക്തം ഒഴുകി വരുന്നത് നിങ്ങൾക്ക് കാണാം. പ്രിയരെ, ആ രക്തം നിങ്ങളുടെ പാപം കഴുകുന്നതാണ്. ആ രക്തം നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിൻ്റെ രക്തമാണ്. ആ രക്തം പാപിയെ സ്നേഹിക്കുന്ന രക്തമാണ്. ആ രക്തം പാപിയെ വീണ്ടെടുക്കുന്ന രക്തമാണ്. ആ പാപിയെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. അത് കുഞ്ഞാടിൻ്റെ രക്തമാണ്. അത് ഊനമില്ലാത്ത രക്തമാണ്. അത് പാപം ക്ഷമിക്കുന്ന രക്തമാണ്. അത് ബന്ധനങ്ങൾ അഴിക്കുന്ന രക്തമാണ്. അത് മകനെ നിന്നെ വീണ്ടെടുക്കുന്ന രക്തമാണ്. ആ രക്തം ഇപ്പോൾ നിന്റെ അരികിലേക്ക് വരികയാണ്. നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ രക്തം, കാൽവറിയിൽ മരിച്ച വിശുദ്ധന്റെ രക്തം, ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം. ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. ആ കുഞ്ഞാടിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക. പാപത്തോട് നിങ്ങൾ യാത്ര പറയുക. ജീവിത വസ്ത്രം അലക്കി മേടിക്കുക. ഭാഗ്യവാനായി തീരുക. ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തം ഞങ്ങളോട് ഗുണകരമായി സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിത വസ്ത്രം അലക്കി തരുവാൻ അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.